വെൽക്കം ബാക്ക് ടു VKC പ്രൈഡ് സെൽഫി. കശാപ്പും കശപിശയും. കശപിശ തുടരുന്നു. സ്വാമി എന്താ പറയുന്നത്? നമ്മൾ കാണുന്ന ഏറ്റവും വലിയ അപകടം, വളരെ ഗുരുതരമായ ഒരു കാര്യം, നമ്മുടെ സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് കേരളത്തില് ഇത് ഉണ്ടാക്കുന്നത് എന്താണ് എന്നാ, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാ. നമ്മളിതിൽ രാഷ്ട്രീയം പറയല്ല, അങ്ങനെ കാണരുത് അതിനെ. ഇപ്പൊ ദേവസ്വം മന്ത്രി ഒരു ബീഫ് ഫെസ്റ്റിൽ പങ്കെടുത്ത് അദ്ദേഹം മാംസം കഴിക്കുന്നു. അതിന് ഉത്തരവാദിത്തപ്പെട്ട BJPയുടെ സംസ്ഥാന എന്താ പറയുക, ആ ഉത്തരവാദിത്വം കുമ്മനം രാജശേഖരൻ പറഞ്ഞത് ഹിന്ദുക്കളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്ന്. അത് വലിയ അപകടമാണ്. ആ അപകടമാണ് നമ്മൾ വെറുതെ കണ്ടുകൂടാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കട്ടെ, ഹരിദ്വാർ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഹരിദ്വാറിൽ ഈ നാഗാ സന്യാസിമാരുണ്ട്, അഘോരികൾ. അവര് ഹ്യൂമൻ ബോഡി കഴിക്കുന്നു. അവര് സന്യാസിമാരാണ്. സന്യാസിമാര് പ്രതിദാനം ചെയ്യുന്ന ആരെയാ? അല്ലല്ല, ഇതിന് സമാധാനം പറഞ്ഞു. ഏത് ഹിന്ദുക്കളുടെ വികാര വ്രണപ്പെടുന്നത്? ഇപ്പോ ദേവസ്വം മന്ത്രി അമ്പലത്തിലെ പൂജാരി അല്ലല്ലോ. നമ്മൾ അദ്ദേഹത്തിനെ ന്യായീകരിക്കുക, അദ്ദേഹത്തിന്റെ വക്കാലത്ത് എടുക്കുകയല്ല. പക്ഷെ സമൂഹത്തിൽ ഇവര് നൽകുന്ന അപകടകരമായ ചില സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. അത് ഇവിടെ തകർക്കപ്പെടേണ്ടതാണ്. അതിനിവിടെ പ്രതിരോധിക്കണം കേരളത്തില്. ആ പ്രതിരോധം നമ്മൾ തീർത്തിട്ടില്ലെങ്കിൽ ഈ കേരളം വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ഇവിടെ ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമികളും ഒക്കെ ഉയർത്തിയിട്ടുള്ള, അപ്പൊ ഇവര് വേറെ നമ്മൾ അഡ്രസ് ചെയ്ത വിഷയത്തിന് ഉത്തരം സന്യാസിമാർ തുണി കൊടുക്കില്ല. ഇതൊക്കെ തുണി കൊടുത്തെങ്കിലും എന്തിനാ? ഇവിടുത്തെ സന്യാസിമാരെ ഇതാണ് ഇവരുടെ ലോജിക്ക്. താങ്കൾ പറഞ്ഞ ലോജിക്ക് അതാണ്. നാഗാ സന്യാസിമാർ മാത്രം ഇവിടുത്തെ അവരെ തുണി കൊടുക്കില്ല. അവരെ സംസ്കാരം വേറെ, ഇവിടുത്തെ സംസ്കാരം വേറെ. അതാണ് ഇതിനുള്ള മറുപടി. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിനെ ഹിന്ദുവായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഹിന്ദു അല്ല. ആര് പറഞ്ഞു ഹിന്ദു അല്ലേ? അദ്ദേഹം പറഞ്ഞത് ഹിന്ദു. അത് ദേവസ്വം ക്ഷേത്ര ആരാധനയും ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിയന്ത്രിക്കുന്ന ഒരു അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രി ആ സമൂഹ ക്ഷേത്രം ആരുടേതാ? വിശ്വാസികളുടെ. ആ വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു ചടങ്ങ്, പശുവിനെ കൊന്ന ചടങ്ങ് ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് തെറ്റ്. ഈ പറയുന്ന ആളുകള്, ഞാൻ ഇദ്ദേഹത്തിന് അറിയാലോ, എരുമേലിയില് ഒരു സ്കൂളില് വാർഷികത്തിന് അവസാനം പോർക്ക് ഫെസ്റ്റിവൽ നടത്തിയ സാറിനെ അടിച്ച് അവരെ സസ്പെൻഷൻ കൊടുത്തു. എരുമേലിയിൽ ഒരു സ്കൂളില്. ഞാൻ പേര് ഉണക്കി തരാം. നമ്മുടെ 10 അവതാരമല്ലേ? പറയട്ടെ, ഒരു കാര്യം പറയാൻ സമ്മതിക്കാൻ ഇത് ഒരുമാതിരി മോശമാണ്. അതായത് 10 അവതാരമല്ലേ മോളെ? മത്സ്യം, വരാഹം, കൂർമ്മം. വരാഹം എന്നതാ ഈ നമ്മുടെ ആമ, കൂർമ്മ, വരാഹം, പന്നി. പന്നിയെ കൊല്ലാൻ പാടില്ലെന്നാ ഇവരുടെ നിയമം. പന്നി മാത്രമല്ല, നിയമം അനുസരിച്ച് BJP സ്ട്രോങ് സ്റ്റാൻഡ് കോഴിയാണ്. നിങ്ങൾക്ക് അറിയോന്നറിയില്ല, തൃശ്ശൂർ ജില്ലയില് അവിടെ സർവത്ര കോഴിയാണ്. ഈ കോഴിയാണ് നേദ്യത്തിലും അതുപോലെ തന്നെ പ്രതിഷ്ഠയുടെ മുകളിലൊക്കെ ഇരുന്ന് കാഷ്ടിക്കും കോഴി. അങ്ങനെ കോഴി തൂറിയിട്ടുള്ളൊരു മലീമസമായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്, അതായത് തൃശ്ശൂർ ജില്ലയിൽ. അത് സ്വാമിക്ക് മനസ്സിലാകും. ഇവിടെ ഇത് ചെലന്തി ക്ഷേത്രമുണ്ട്, ഹനുമാൻ ക്ഷേത്രമുണ്ട്. അവിടെ ആരും കോഴിയെ കൊല്ലില്ല. നിങ്ങൾ ഈ ചർച്ച നമ്മൾ ഏത് വിഷയത്തെ കുറിച്ചാണോ അതിന് വ്യതിചലിച്ച് വ്യക്തിപരമായ സ്പിരിറ്റേ പോവാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാര് തുടങ്ങി വെച്ച ഒരെണ്ണം പുള്ളി കണ്ടിന്യൂ ചെയ്യാന്നാ പറഞ്ഞു. ഇപ്പൊ സ്വാതന്ത്ര്യം പുള്ളി അറിഞ്ഞിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും ഇത്ര വർഷം പിന്നിട്ടതും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. മനസ്സിലായില്ലേ? കസ്റ്റമറി റൈറ്റ്സ് ഓരോ പ്രദേശങ്ങൾക്കും ഓരോ സംസ്ഥാനങ്ങൾക്കും ജനങ്ങൾക്കുണ്ട്. മനസ്സിലായി? അതാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. അതാണ് ബഹുസ്വരത. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെ കസ്റ്റമറി റൈറ്റ്സ് എന്താണോ ആ കസ്റ്റമറി റൈറ്റ്സ്, ജീവിത രീതി, ആചാരം, അനുഷ്ഠാനം, അതിനനുബന്ധമായിട്ടാണ് ഫെഡറൽ സംവിധാനത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കാൻ സ്റ്റേറ്റിന് അധികാരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആചാരമല്ല തമിഴ്നാട്ടിലല്ല ആന്ധ്രയിലല്ല ജമ്മു കാശ്മീരിൽ. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത രീതികളും
അതാണ് ഈ പറഞ്ഞ കസ്റ്റമറി റൈറ്റ്സിന് അനുബന്ധമായിട്ടാണ് നിയമങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ആ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശമാണ് ഫെഡറൽ സ്വാതന്ത്ര്യ സ്റ്റേറ്റിന് കൊടുത്തിരിക്കുന്നത്. ആ ഫെഡറൽ സംവിധാനത്തിന്റെ അധികാരത്തെ കൈകടത്തിയിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നൂറ്റാണ്ടുകളായി നമ്മൾ എൻജോയ് ചെയ്തിരിക്കുന്ന അവകാശം കൊണ്ടല്ലോ ആ കസ്റ്റമറി റൈറ്റ്സ്, ആ അവകാശങ്ങളെ അട്ടിമറിക്കാനാണ് ഈ റൂളിലൂടെ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. നമ്പർ 1. ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം, വളരെ ഗൗരവമുള്ള കാര്യം. നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് 1992 കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതിയാണ് 73-74 ഗ്രാമസ്വരാജ്, മഹാത്മാഗാന്ധിയുടെ സ്വപ്നം. അപ്പൊ അതിലൂടെയാണ് ഈ അധികാരം പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷൻ കൊടുത്തത്. അപ്പോൾ ഈ ആനിമൽ മാർക്കറ്റുകളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തുകളാണ്, കോർപ്പറേഷനാണ്, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയാണ്. ഇപ്പോൾ ഈ റൂളിലൂടെ അനിമൽ മാർക്കറ്റിന് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ പഞ്ചായത്തിൽ നിന്ന് അധികാരം എടുത്ത് കളഞ്ഞു, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കളഞ്ഞു, കോർപ്പറേഷൻ കളഞ്ഞു. ഇനി അനിമൽ മാർക്കറ്റിംഗ് മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കി കൊടുത്ത, നമ്മുടെ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തെ ഈ റൂളിലൂടെ BJP ഗവൺമെന്റ് അട്ടിമറിച്ചിരിക്കുന്നു. ഇനി പഞ്ചായത്തിന് ഇത് നിയന്ത്രിക്കാൻ അവകാശമില്ല, മുനിസിപ്പാലിറ്റിക്കില്ല, കോർപ്പറേഷൻ ഇല്ല. അപ്പോൾ ഇനി എന്താ, അനിമൽ മാർക്കറ്റ് മോണിറ്ററിംഗ് കമ്മിറ്റികളാണ് ഈ മാർക്കറ്റുകളെ നിയന്ത്രിക്കുന്നത്. അത് തന്നെ ജനാധിപത്യത്തെ അട്ടിമറിച്ചു. ഇത് ആട്ടോക്രസി, ഇതൊരു ഏകാധിപത്യത്തിലേക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ കൊണ്ടുപോകുന്നു. പഞ്ചായത്ത് രാജ് ആക്ടില് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഗവൺമെന്റുകൾ തന്നെയാണ് തകർക്കുന്നത്. ഇപ്പൊ ചോദിക്കട്ടെ, ബാറുകൾ പഞ്ചായത്തുകൾ കൊടുത്ത അവകാശമില്ല, പഞ്ചായത്ത് അതെടുത്ത് കളഞ്ഞല്ലോ. പിന്നെ ഇതൊക്കെ പറഞ്ഞൊരു കാര്യത്തിന് അല്ല, ഞാൻ പറഞ്ഞോട്ടെ, പഞ്ചായത്ത് രാജ് പറഞ്ഞോട്ടെ, പഞ്ചായത്ത് രാജ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പഞ്ചായത്തുകൾ പവർ കിട്ടിയത്. അങ്ങനെ സ്റ്റേറ്റ് ഡെലിഗേറ്റ് ചെയ്ത ഒരു പവറിനെ തിരിച്ചെടുത്ത ഞാൻ ആനന്ദൻ സാറിനോട് ചോദിക്കട്ടെ, ഇപ്പൊ ഇതില് സംസ്ഥാനത്തിനല്ലേ ഇതിന്റെ മുകളിൽ പവർ അധികാരം ഉള്ളത് ഇങ്ങനെ ഒരു നിയമം പറഞ്ഞതിന്റെ കാര്യം അതല്ലേ. ഇത് ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് ജനങ്ങളുടെ എന്ത് ഭക്ഷിക്കണം, എങ്ങനെ നടക്കണം, ഏത് വസ്ത്രം ധരിക്കണം, ഏത് പഠിക്കണം എന്നൊക്കെയുള്ള ജനങ്ങളുടെ മൗലിക അവകാശം സ്വാതന്ത്ര്യത്തിന്റെ കടയ്ക്ക് കത്തിവെക്കലാണ്. അത് ആര് കൊണ്ടുവന്നാലും സമ്മതിക്കില്ല. മഹാഭൂരിപക്ഷം സഖാവ്, എന്റെ ചോദ്യം ഇപ്പൊ കേട്ടോ, നമ്മൾ ഇത്രയും ചർച്ച ചെയ്ത ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എനിക്ക് ഇതുവരെ സംശയം ഉണ്ടായിരുന്നു ഈ പശുവിന്റെ കാര്യം. ഇപ്പം പത്മകുമാർ വളരെ ക്ലിയർ ആക്കിയതോടുകൂടി പശുവിനെ ആർക്കും വധിക്കാം, കുഴപ്പമില്ല. ഹിറ്റ്ലർ വെജിറ്റേറിയനിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെയാ. അദ്ദേഹം വെജിറ്റേറിയൻ ആണ്, പക്ഷെ ഹിറ്റ്ലർ അതിന്റെ അംബാസിഡറായ എങ്ങനെ സ്വാമി ഹിന്ദുയിസം പ്രചരിപ്പിക്കുന്നത് പോലെയാണ്. കശാപ്പും കശപിശയും എന്ന വിഷയത്തിലെ കശപിശ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ഒരു മറ്റുള്ളവരും നമ്മൾ ഹിന്ദു അല്ലെങ്കിൽ ഹൈന്ദവ ഇതില് ഫോളോ ചെയ്യുന്ന ആളുകൾ പശുവിനെ കൊല്ലില്ല, മാംസം അവരുടെ മാംസം ഭക്ഷിക്കില്ല. എന്തുകൊണ്ട് ഹിന്ദു എന്നുള്ള വിശ്വാസത്തിലല്ല സംസാരിച്ചത്. ഇത് ഈ കാറ്റിലുമായി ബന്ധപ്പെട്ട നിലവിലുള്ള നിയമം അനുസരിച്ചാണ്. ഇനി താങ്കളുടെ ചോദ്യത്തിന് ഒരുപക്ഷെ ഒരു സമൂഹം അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, ആ വിശ്വാസം അംഗീകരിച്ച് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സ്കൂളിൽ പോകുമ്പോൾ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ 10 മണിക്കാണ് സ്കൂളിൽ പോണത്. വെള്ളിയാഴ്ച ദിവസം ഞാൻ 9:30 പോകും. എന്തിനാ? എന്റെ കൂടെ ഇരിക്കുന്ന മൈനോറിറ്റി സുഹൃത്തിന് അവന്റെ ആചാരം നടത്താൻ പോവാൻ 1/2 മണിക്കൂർ ഞാൻ എന്റെ സ്വാതന്ത്ര്യം നേരത്തെ ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിച്ചു കൊടുക്കണം. എനിക്കത് കുറ്റമായിട്ട് തോന്നിയിട്ടില്ല. അത് മറ്റുള്ളവർക്ക് ചെയ്യേണ്ടി വരുമ്പോഴാണ് വലിയ എന്തോ ഭരണഘടനാ ലംഘനം എന്ന് പറയുന്ന ഈ സെക്ടേറിയൻ നടപടികളാണ് കേട്ടത്. അത് സഹിഷ്ണുതയാണ്. നിങ്ങൾ അതല്ല പറഞ്ഞത്. ഞാൻ ഇദ്ദേഹം ചോദിച്ച ക്വസ്റ്റ്യനെ മറുപടി ഞാൻ പറഞ്ഞത് ഹിന്ദുക്കളുടെ വികാരം അംഗീകരിച്ചു കൊടുത്താൽ എന്തെങ്കിലും ചോദിച്ചത് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ കുറച്ചുപേരെങ്കിലും ആനത്തലവട്ടം സാറിനെ പോലുള്ളവർ തികച്ചും രാഷ്ട്രീയമാകാണെന്ന് ആദ്യം പറഞ്ഞു. സാമ്പത്തികപരമായ വലിയ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞു. കാലി സമ്പത്ത് ഈ നാടിന്റെ സമ്പത്തിനെ വർദ്ധിപ്പിക്കും. 1. 2, പോഷകാഹാരക്കുറവിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഒന്നാമത് ആ കുഞ്ഞിന് പോഷകാഹാരക്കുറവാ, അതിന് ക്യാൻസർ ക്ഷയം പിടിച്ചോ ഇറച്ചി കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല ഇറച്ചി കൊടുക്കട്ടെ. ഇവിടെ ഇന്ത്യയുടെ കാര്യം എനിക്ക് പറയാൻ പത്മകുമാർ പറഞ്ഞ ഏറ്റവും പ്രശ്നം എന്താ? കാര്യം ഇന്ത്യ
ഇന്ത്യയിലെ അരമണിക്കൂർ ഒരു ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സമയം കളഞ്ഞു. കറക്റ്റാണ്. എന്താണ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ നമ്മുടെ മുതിർന്ന കാരണവന്മാർ ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിച്ചു നിർത്താൻ വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശം കൊടുത്തതാ. ഭരണഘടന വെച്ചതാണ്, അത് അംഗീകരിച്ചതാണ്. ആ ഭരണഘടന ലംഘിക്കണം എന്ന നിലയിലേക്ക് തീരുമാനം വരും. ഭരണഘടനയെ പറ്റി മര്യാദ നമ്മൾ കാണിക്കണം. അല്ല, ഉദാഹരണം പറയുന്നത് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല. അതായത് ക്യൂബയിലെ അവിടുത്തെ കുട്ടികൾക്ക് പാല് കിട്ടാതെ ഇരുന്നതിന് സബ്സിഡി കൊടുത്തു. എവിടെ കാനഡയിൽ നിന്നും ന്യൂസിലൻഡിൽ നിന്നും വന്നു. എന്തുകൊണ്ടാ? അവിടുത്തെ കാലി സമ്പത്ത് നശിച്ചു പോയത് കൊണ്ടാണ്. ഇവിടെ കാലി സമ്പത്ത് ഉണ്ടാകുന്നത് കാർഷിക മേഖലയിലും. അതുപോലെ ആ കാർഷിക മേഖല വളർന്നാൽ കാർഷിക രാഷ്ട്രമായ ഇന്ത്യക്ക് സമ്പത്ത് നിലനിർത്താനും സാധിക്കും. അപ്പോഴും നിങ്ങളൊരു കാര്യം ചർച്ച ചെയ്തില്ല. മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഈ റംസാൻ മാസക്കാലം എല്ലാവരുടെ ആഹാരം നിഷേധിക്കുക. എന്താ ഇത് ന്യായമുള്ള? അതാരാ ചർച്ച ചെയ്യാത്ത? അതെന്താ ചർച്ച ചെയ്യാത്ത? ഞാൻ പറയുന്നത് അത് നടപ്പിലാക്കുന്നതാരാ? സാധാരണ സെക്യുലർ ആയിട്ടുള്ള മുസ്ലിങ്ങളല്ല, തീവ്രവാദ നിലപാടുകളുള്ള മുസ്ലിം സംഘടനകളാണ് ഇതിനെതിരെ ഉള്ളവരായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. അതെ, അത് തന്നെ. ഒരാളും ചർച്ച ചെയ്യില്ല. കാരണം എന്താ അറിയാമോ? ആ വോട്ട് കിട്ടില്ല. അത് ചർച്ച ചെയ്താൽ വോട്ട് കിട്ടില്ല. സുഹൃത്ത് ഇപ്പൊ പറഞ്ഞല്ലോ, ഈ കാലി വളർത്തണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ. കാലി മുഴുവൻ സമ്പത്ത് നശിച്ചു പോയാൽ നമ്മുടെ എല്ലാം മുട്ടിപ്പോകും. കാലി വളർത്തണമെങ്കിൽ ആ വളർത്തവന് ലാഭകരമാകണ്ടേ? കൃഷിക്കാരൻ അവൻ ഉഴുകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പോത്തോ എരുമയോ കാളയോ ഇത് വയസ്സായി ശേഷി നഷ്ടപ്പെട്ടാൽ അതിനെ വിറ്റാൽ ഒരു 40% വില കിട്ടും. ആ വില കിട്ടും. ആ വില കൂടി ചേർന്നാണ് പുതിയ ആരോഗ്യമുള്ള ഒന്നിനെ വാങ്ങുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യം അവന് ഇല്ലാതെ വന്നാൽ പിന്നെ അവൻ ആരോഗ്യമുള്ള മാടിനെ വളർത്താൻ സാധിക്കില്ല. ഇപ്പൊ കാലി സമ്പത്ത് പുഷ്ടിപ്പെടണമെങ്കിൽ ഈ ശേഷിയില്ലാത്ത മൃഗങ്ങൾ പുതിയ ശേഷിയുള്ളവ വാങ്ങി വളർത്തുകയും വേണം. പാല് കിട്ടുന്നതിന് വാങ്ങണം. നേരത്തെ പറഞ്ഞല്ലോ, ഒരു പശുവിനെ വാങ്ങി 10 ലിറ്റർ പാല് കിട്ടുമെന്ന് പറഞ്ഞ് വാങ്ങി 2 ലിറ്ററേ കിട്ടുകയുള്ളൂ. അതിനകത്ത് തീറ്റ കൊടുക്കാൻ ഒക്കില്ല. അപ്പൊ അവനത് വിൽക്കണം, വിറ്റിട്ട് വേറെ വാങ്ങണം. മനുഷ്യൻ ഓരോ വർഷവും കൃഷിക്കാരൻ 10,000 വീതം ഇത് ആത്മഹത്യ ചെയ്തോണ്ടിരിക്കുന്നത്. അവന് തീറ്റ കിട്ടുന്നില്ല. പിന്നെയല്ലേ ഈ നിറവും കാലി സമ്പത്ത് വളരണമെങ്കിൽ, കൃഷിക്കാരൻ ഈ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ അവന്റെ ആത്മഹത്യ ഈ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ മാടിൽ നിന്നിട്ടുന്ന ചാണകം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന അതിന്റെ അറുക്കാൻ കൊടുത്താൽ കിട്ടുന്ന തോല് വലിയ വ്യവസായമാണ്. അതിലൊരുപിടി ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. അതിന്റെ എല്ല് അത് വലിയ വ്യവസായ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നുണ്ട്. ഈ സമ്പത്തെല്ലാം വേണ്ട എന്ന് പറയാൻ തലയ്ക്ക് വെളിവുള്ളവർക്ക് രണ്ട് തത്വവിഷയമുള്ള ഒന്ന്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 48 അനുസരിച്ചിട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളോടും സുപ്രീം കോടതി ഒരു ഡയറക്റ്റീവ് കൊടുത്തിട്ടുണ്ട്. അതാത് സംസ്ഥാനങ്ങളുടെ കസ്റ്റമറി റൈറ്റ്സിൽപ്പെടുത്തി നമ്മുടെ ഈ പശുക്കളെ കൊല്ലുന്നത് നിരോധിക്കണം. അത് ഇന്ത്യയിലെ 19 സംസ്ഥാനത്ത് ഇൻക്ലൂഡിങ് കോൺഗ്രസ് അടക്കം നിരോധിച്ചിട്ടുണ്ട്. കാര്യം സുപ്രീം കോടതി ഓരോ സംസ്ഥാനത്തിന്റെ വികാരം മാനിച്ച് അവിടുത്തെ ജനങ്ങളുടെ താല്പര്യം മാനിച്ചിട്ട് 19 സ്റ്റേറ്റിൽ നിരോധിച്ചിട്ടുണ്ട്. ഇപ്പൊ പശുക്കളെ കൊല്ലുന്നത് നിരോധിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇതല്ല. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ 254 ആർട്ടിക്കിൾ അനുസരിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു റൂള് കൊണ്ടുവന്നാൽ, അതേ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് റൂള് കൊണ്ടുവന്നാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രിവെയിൽ ചെയ്യത്തില്ല, സെൻട്രൽ ഗവൺമെന്റ് റൂളെ പ്രിവെയിൽ ചെയ്തിട്ട്. ഞാൻ പറഞ്ഞോട്ടെ, അതിനകത്ത് 254 തന്നെ പറയുന്നുണ്ട്, സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരത്തിൽപ്പെടുന്ന ഒരു വിഷയത്തിൽ കയറി കേന്ദ്ര ഗവൺമെന്റ് റൂൾ കൊണ്ടുവന്നാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് റൂളെ പ്രിവെയിൽ ചെയ്യത്തുള്ളൂ. ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽപ്പെടുന്നതാണ് മാർക്കറ്റ് ആൻഡ് ഫെയർ, അതുപോലെ തന്നെ പ്രിസർവേഷൻ ഓഫ് ലൈഫ് സ്റ്റോക്ക്. ഇത് രണ്ടും സംസ്ഥാന ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതാണ്. അതിനകത്ത് കയറിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ റൂൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇത് പ്രിവെയിൽ ചെയ്യില്ല. ഇനി ഇതിന്റെ രാഷ്ട്രീയ വശം എനിക്ക് സംസാരിക്കാനുണ്ട്.
ഇനി ഈ കേരള ഗവൺമെന്റിനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആനിമൽ മാർക്കറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് സ്ലോട്ടർ ആൻഡ് ആനിമൽ മാർക്കറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് അഗ്രികൾച്ചർ രണ്ടായി തിരിച്ച് നിയമം കൊണ്ടുവന്നാൽ ഇവിടെ ഒരു പശുവിനെ ആരും തൊടുക അല്ല, ഒരു മൃഗത്തെ അറുക്കാൻ ആരും കയറി തടയത്തില്ല. ഇതിപ്പോ തമിഴ്നാട്ടിൽ നിന്നൊന്നും ലാറി തിരിച്ചയച്ചു, കർണാടകത്തിൽ നിന്ന് ലാറി. അത് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു നിയമം കേരള ഗവൺമെന്റ് കൊണ്ടുവരണം. അതായത് ആനിമൽ മാർക്കറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് സ്ലോട്ടർ ആൻഡ് ആനിമൽ മാർക്കറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് അഗ്രികൾച്ചർ. അപ്പൊ അഗ്രികൾച്ചറിന് കൊണ്ടുവരുന്നത് കൊല്ലാനും പാടില്ല, കൊല്ലാനും അറക്കുകയും ശരി, നമുക്ക് ആനന്ദൻ സാറിനോട് ചോദിക്കാം, സംസ്ഥാന സർക്കാരിന്റെ നയം എന്താണ് ഇതില്? സംസ്ഥാന എല്ലാ കക്ഷികളുടെയും യോഗം വിളിച്ചിട്ടുണ്ടല്ലോ. അത് അക്കാര്യത്തിൽ ഏത് നിയമപരമായ സംരക്ഷണം വേണമെങ്കിൽ അതുണ്ടാക്കാൻ ശ്രമിക്കും. അല്ലാതുള്ള മാർഗം ഉണ്ടെങ്കിൽ എന്തായാലും ഈ അറവുശാലകൾ പാടില്ല, മാടിനെ ഇറക്കാൻ പാടില്ല, മാംസം കഴിക്കാൻ പാടില്ല എന്ന വാദഗതിയെ അംഗീകരിക്കുകയില്ല. 231 ഇംപ്ലിമെന്റ് സ്ട്രോങ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? നിയമസഭ പ്രമേയം പാസ്സാക്കാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതില്ലാതെ വന്നാൽ ചിലപ്പോൾ അങ്ങനെ മദനി ബോംബ് സ്ഫോടനത്തിൽ കിടന്നപ്പോൾ വെറുതെ വിടുന്ന പ്രമേയം പാസ്സാക്കി നമുക്കത് പിന്നെ ചർച്ച ചെയ്യാം. ഞാനാ നിയമസഭ പോകുന്നവൻ, അപ്പൊ എന്നെ കൂടെ പറയാൻ സമ്മതിപ്പിക്കല്ലോ. ഞാൻ എന്നാ പറയണത്? ഇവരെല്ലാം ഒന്ന് പറയട്ടെ, ഒന്ന് കേട്ടോ. ഞാൻ എന്ത് പറയണം? ഒരു കാര്യം കൊണ്ടോ ഉറച്ചാണ് എന്ത് ഭക്ഷിക്കണം ഞാനെന്ന് ഞാൻ തീരുമാനിക്കും. അതിൽ ഒരു ഭരണാധികാരി ഇടപെടണ്ട. എന്റെ സ്റ്റാൻഡ് അതാണ്. ഞാൻ ഇതുവരെ നിയമസഭയിൽ വോട്ട് ചെയ്തിട്ടില്ല. വോട്ട് ചെയ്യും, ഒരു ഭരണത്തിനും പ്രതിപക്ഷത്തിനും അനുകൂലമായിട്ട് വോട്ട് ചെയ്യാറില്ല. ന്യൂട്രൽ, സ്വതന്ത്രം വോട്ട് ചെയ്യണം. മസ്റ്റായിട്ട് ഞാൻ വോട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് വോട്ട് ചെയ്തില്ല നീ പറഞ്ഞേക്കല്ലേ. എല്ലാ ഇലക്ഷൻ എല്ലാത്തിനും വോട്ട് ചെയ്യും. ഇത്തവണ ഞാൻ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഈ ബീഫ് അല്ല ഇഷ്ടമുള്ളത് ഭക്ഷിക്കാൻ വേണ്ടി ഒരു നയം വന്നാൽ അതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. ഒരു സമവായം ഉണ്ടാക്കി മുമ്പോട്ട് പോകണം. മതസ്പർദ്ധ വർദ്ധിപ്പിക്കാതെ ഇരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണം. ഇവിടെ ഞാൻ നേരത്തെ പരമ്പരായിട്ട് ഇച്ചിരി ചൂടായ കാര്യം അതാ. നമ്മൾ ന്യൂനപക്ഷങ്ങൾ ഞാൻ ഇപ്പോഴും പച്ചയ്ക്ക് പറയാം, ഭൂരിപക്ഷത്തിന് ഇല്ലാത്ത അവകാശം ന്യൂനപക്ഷം ആഗ്രഹിക്കേണ്ട. എൻ്റെ സ്റ്റാൻഡ് അതാ. എന്നാൽ ന്യൂനപക്ഷം എന്ന നിലയിൽ അവരുടെ ആഗ്രഹങ്ങളെ തടയുകയും വേണ്ട, തോന്നിക്കരുത്. അത് കാര്യത്തിൽ വ്യക്തത വേണം. അത് നിലയ്ക്ക് മുന്നോട്ട് പോകണം. ഇപ്പോൾ ഭക്ഷണസാധനം സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, കാമധേനുമാണ് പശുവിനെ കൊല്ലരുതെന്ന് എൻ്റെ അഭിപ്രായം. പക്ഷേ കൊല്ലാതിരുന്നിട്ട് കാര്യമില്ല. കാരണം എന്താ, ഇത് എന്ത് ചെയ്യും? പിന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞു പശുവിനെ പ്രായമാകുമ്പോൾ, ഞാൻ സമ്മതിച്ചു, പ്രായമായ പശുവിനെ ഉള്ള വില കേന്ദ്ര ഗവൺമെൻറ് മോഡി അങ്ങ് കൊടുത്തേക്കട്ടെ. മോഡി കണ്ടമാനം കാശുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം ഒരു പശുവിന് ഇത്ര രൂപ ഇൻഷുറൻസ് ഉണ്ട്. ആ ഇൻഷുറൻസിനകത്ത് കറവ് പറ്റിയ പശുവിനും ഇത്ര രൂപ കൊടുക്കുന്നു വെച്ചാൽ ആ പശുവിനെ സംരക്ഷിക്കാൻ കാശം കൊടുത്തേച്ചാൽ മതി. ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും. പോത്തിനെ കൊന്ന് തിന്നും, സുഖമായിട്ട് തിന്നും. പോത്തിറച്ചി തിന്നാൻ ഒരു കുഴപ്പമില്ല. ഇപ്പോഴും നമ്മൾ ഞാൻ പറഞ്ഞത് സത്യത്തെ കശാപ്പ് ചെയ്യരുത്. ഇത് ഇവിടെ ഈ തിന്നുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്ലാട്ടർ ഹൗസിൽ കൊണ്ടുപോയി കശാപ്പ് ചെയ്തുകൊണ്ട് ഒരു കഴിക്കുക, ആരും കഴിക്കണ്ടെന്ന് പറഞ്ഞു. ചന്തകളിൽ കശാപ്പിന് കൊടുക്കരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നിർവചനം കൊടുത്തു. അവിടെ ഒന്നും പറ്റത്തില്ല. പിന്നെ എവിടെയാ അനിമൽ മാർക്കറ്റിൽ പറ്റില്ല എന്നുള്ളത്? ആകാശത്ത് കൊണ്ടുപോയിട്ടാണ് കൃഷിക്കുള്ള കന്നുകാലി അവിടെ വിൽക്കാതെ, കൃഷിക്കുള്ള കന്നുകാലി അവിടെ വിൽക്കാം. ആരോഗ്യമുള്ള കന്നുകാലികളൊക്കെ അവിടെ ഇട്ടോ. നമുക്ക് ഒരു ഗാന്ധിജിയുടെ ഒരു പാരമ്പര്യം, അതിന് മാർക്കറ്റിൽ പോയല്ലോ. നമ്മള് ഒരു ഇന്ത്യയുടെ ഒരു പാരമ്പര്യം എടുക്കുമ്പോൾ, ഇപ്പോ ദണ്ഡിയാത്രയാണെങ്കിലും ഉപ്പ് സത്യാഗ്രഹം ആണെങ്കിലും ഗാന്ധിജി നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും മഹത്തരമായ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയെന്ന് ലോകത്തിന് മുഴുവൻ മാതൃകയാണ് ഗാന്ധിജി. തന്റെ വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെയൊക്കെ നമ്മളിപ്പോഴും ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഇവർ ഉത്തരം ഇതുവരെ തന്നിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ളവർ, അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിൽ എന്താ പറയുക വിശ്വസിച്ച് അനുശാസിച്ച് അവർ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നവരാണെങ്കിൽ നമുക്ക് ആദ്യം ഈ മാംസാഹാരം നിർത്തിക്കൊണ്ട് മാതൃക കാണിക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്താ ഇപ്പോഴും പത്മകുമാർ മൗനം പാലിക്കുന്നത്? അതല്ലേ വേണ്ടത്? അത് തന്നെയാണ് ഞങ്ങൾ തരുന്ന സ്വാതന്ത്ര്യം. ആർക്കും കഴിക്കാം. അല്ല, അതെന്താ ഇവർ പറയാത്തത്? അതിർത്തിയിൽ പോയിട്ട് ഈ വാളയാർ ചെക്ക് പോസ്റ്റിൽ കൊണ്ടുവന്ന കന്നുകാലികളെ അടിച്ചോടിച്ചതാരാ? ഞാൻ ചോദിക്കട്ടെ, ഗോ സംരക്ഷണ
സേനാന്നോ ഗോരക്ഷാ സേനാന്നോ എന്തോ ഒരു സേനയ്ക്ക് ഗോരക്ഷക് എന്ന് പറഞ്ഞ ഒരു സേനയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ആര് സ്വാമിയാണോ? നമ്മളല്ല. കേരളത്തിന്റെ ഒരു കേരളത്തിൽ നമ്മൾ കാണുന്നത് അപകടകരമായ വർത്തമാനം. ദേവസ്വം മന്ത്രി ഇത് കഴിച്ചു, അത് വികാരപ്പെട്ടു എന്ന് പറഞ്ഞു ഒരു ജനങ്ങളിലെ ധ്രുവീകരണം ഒരു കാര്യം ഈ ധ്രുവീകരണത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു ധ്രുവീകരണം അവിടെ സംഭവിക്കണില്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള മനുഷ്യര് ഇപ്പൊ ഈ ഗോമാതാവായിട്ട് കാണുന്ന ആളുകളൊക്കെ പെട്ടെന്ന് ഓക്കെ അപ്പൊ ഇവര് അങ്ങനെയാണ് ശരി ഇന്ന് BJP പോവാ. ഇല്ലല്ലോ, ഇതിലൊരു തട്ടിപ്പുണ്ടല്ലോ. നോക്കൂ, ഗോമാതാവിനെ കൊല്ലുകയും അതിനെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിക്ക് ഒരു ഒരു ഇത് ചേർത്തിട്ട് അൽ ഗോമാത എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഹിന്ദു കമ്പനി അല്ലാതെയാകുമോ? കാവ്യവസ്ത്രം ഇട്ടയ്ക്കും പോലെ നമുക്ക് പേഴ്സണൽ എന്റെ അഭിപ്രായം ഞാൻ താരതമ്യം ഡോക്ടറോട് ചോദിക്കാം. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ഞാൻ നിഷ്പക്ഷമായിട്ട് ഇരിക്കാം. സ്വാമി രണ്ടുപേരെ ഇടയ്ക്കാണല്ലോ. ഈ കാഷായി ഇട്ടവരെല്ലാം BJP-ക്കാരായിരിക്കണം നിർബന്ധം. നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടറോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമുക്ക് ഡോക്ടറോട് ചോദിക്കാം, എങ്ങനെ നമുക്ക് ഒരു സാധാരണക്കാരന് പശു മാംസോ പോത്തോ എന്തെങ്കിലും ആവട്ടെ, ബീഫോ മീറ്റോ, നല്ല മാംസം നമുക്ക് എവിടെ കിട്ടും, എങ്ങനെ ലഭ്യമാക്കാൻ പറ്റും? കേന്ദ്ര സർക്കാരിൻ്റെ നിയമം ഒരു കാരണവശാലും കേരള ഗവൺമെൻറ് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ സംസ്കാരമല്ല ആ രീതിയിലാണ്. ഇതിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ ബട്ടൺസ്, ഇട്ടിരിക്കുന്ന ചെരുപ്പ്, ഇതെല്ലാം ഈ കന്നുകാലിയിൽ നിന്ന് കിട്ടുന്ന ബൈ പ്രൊഡക്ട്സാണ്. ഇപ്പം ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏതവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ഡൈ, ക്രീം, എല്ലാം കാശാണ്. നമ്മുടെ ഈ എല്ലാവരും മാംസത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. മാംസമല്ല, ഒരു 300 കിലോ വെയിറ്റുള്ള ഒരു കന്നുകാലിയെ കശാപ്പ് ചെയ്ത് കിട്ടുന്നത് 100 കിലോ അല്ലെങ്കിൽ 95 കിലോ മാംസം കിട്ടുമായിരിക്കും. പക്ഷെ അതിന് കിട്ടുന്ന ബാക്കി 200 കിലോ എന്ന് പറയുന്നത് എല്ലും എന്താണ് എല്ലാം. തോലിനൊക്കെ ഇപ്പോൾ 1000-1500 രൂപ വിലയാണ് അതിനുള്ളത്. ഈ തോല് തന്നെയാണ് ഇവിടുന്ന് കൊണ്ടുപോയി പുറം രാജ്യത്ത് കൊണ്ടുപോയി അവിടെ നമ്മൾ വിലപിടിപ്പുള്ള സാധനം തിരിച്ചുകൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ സംസ്കരിക്കുന്നില്ല. അപ്പോൾ ഈ എല്ലാ സാധനങ്ങളും ഈവൻ ഒരു പണ്ട് കോളേജ് പഠിക്കുമ്പോൾ പറയുന്നത് ക്രൈ ഓഫ് ദി ആനിമൽ, അത് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റാത്തതെന്നാണ് പറഞ്ഞത്. ബാക്കി എല്ലാം ബൈ പ്രോഡക്റ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് ക്രൈ ഓഫ് ദി ആനിമൽ പോലും നമ്മൾ മൊബൈലിൻ്റെ ഒരു റിംഗ് ടോണായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പലത് ആടിൻ്റെ ആയാലും കോഴിയുടെ ആയാലും ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും നമുക്ക് ഈ കേരളത്തിൽ ഇതേപോലെ കേരള ഗവൺമെൻറ്റിന് ഇതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് തന്നെ ആയിരിക്കും പോകുന്നത്. അതിൻ്റെ ഒരു സപ്പോർട്ടിലാണ് നമ്മുടെ ഈ ഒരു ഡോക്ടർ ചോദിച്ചോട്ടെ, ഇതിനെ സംബന്ധിച്ച് ഡോക്ടർ ഈ ഓർഡിനൻസ് വായിച്ചിട്ടുണ്ടല്ലോ, ഇതിൽ എവിടെയാണ് താങ്കൾ പറഞ്ഞ ഈ കശാപ്പ് നിരോധിച്ചിട്ടുള്ളത്? താങ്കൾ പറയുന്നത് ശരിയാവണമെങ്കിൽ കേരളത്തിൽ കശാപ്പ് പൂർണ്ണമായും നിരോധിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിരോധിക്കണം. അങ്ങനെ നിരോധനമില്ലല്ലോ. നിങ്ങൾ മാർക്കറ്റിൽ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, കശാപ്പ് മാർക്കറ്റിൽ വിൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കന്നുകാലി ചന്തകളിൽ കശാപ്പിന് വേണ്ടി വിൽക്കുന്ന റെഗുലേഷനാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ പാതയോരത്ത് നിന്ന് 500 മാറിയ മദ്യം വിൽക്കാവൂ എന്ന് പറയുന്നത് എന്തോട്ടെ? മദ്യം വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല, കുടിക്കുന്ന ആളുകളുടെ എണ്ണം കുറയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാ. അതുകൊണ്ടാണ് കന്നുകാലികളുടെ ഈ എണ്ണം കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് കന്നുകാലി ചന്തകളിൽ ഇത് വിൽക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇതിനെ അല്ലല്ലോ ഇദ്ദേഹത്തിന് നടത്തുന്ന സ്ഥാപനത്തിൽ കശാപ്പുണ്ടല്ലോ. മദ്രാസ് ഹൈക്കോടതി അദ്ദേഹം സ്റ്റേ ചെയ്തപ്പോ കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ ഒന്ന് വായിച്ചു നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. 2 ജഡ്ജിമാര് തന്നെ. ഹൈക്കോടതിയല്ല, ഞാൻ എന്റെ ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ ഈ 1960 ആക്ട് ഉണ്ടല്ലോ, പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽ ആക്ട്. അതിന്റെ പിന്നെ സെക്ഷൻ 28 പറയുന്നുണ്ട്, മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അറവ് നടത്താം. മതപരമായ ആവശ്യം ഇവിടെ ഈ റൂളിന്റെ സെക്ഷൻ 22 അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്, മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്നെ മൃഗബലി നടത്താൻ പറ്റില്ല. എടുത്ത് പരിശോധിക്കുക. അപ്പൊ ഇന്ത്യയുടെ ഇനി അതിന്റെ ഒരു കാര്യം പറഞ്ഞുതരാം. കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇന്ത്യയുടെ ഭരണഘടനയുടെ 25-ാം ആർട്ടിക്കിൾ അനുസരിച്ച് റൈറ്റ് ടു പെർഫോം പ്രൊഫഷൻ പിന്നെ പ്രൊപ്പഗേറ്റ് റിലിജിയൻ
മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും ആർട്ടിക്കിൾ 25 കൊടുക്കുന്ന സ്വാതന്ത്ര്യം ഇല്ലാതാക്കി. അതാ ഞാൻ പറഞ്ഞത്. 1985 ഇത് ബാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ആനന്ദമാർഗികള് തലയോട്ടി എടുത്തുകൊണ്ട് ബംഗാളിൽ നൃത്തം ചെയ്തു. ഇത് ഞങ്ങളുടെ മതപരമായ ആചാരമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു. അവിടെ സുപ്രീം കോടതി പറഞ്ഞു മതപരം. അവിടെയാണ് ഞാൻ പറഞ്ഞത് പൊതു ധാർമ്മികതയ്ക്കും പൊതു ആരോഗ്യത്തിനും പൊതു ക്രമസമാധാനത്തിനും വിധേയമാണ് ഈ പറയുന്ന റൈറ്റ്. അതാണ് ശരി. ഇവിടെ ഈ മാട്ടിറച്ചി തിന്നുന്നതിൻ്റെ അല്ലെങ്കിൽ ഗോവധ നിരോധനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതൊരു ഹിന്ദുവിൻ്റെ ഒരു റൈറ്റാണ്. അവരുടെ ഏതോ മാന്യതയെ ചോദ്യം ചെയ്യുന്നതാണ്. ഹിന്ദുക്കൾക്കൊരു വിശ്വാസമുണ്ട്. എന്ത് വിശ്വാസം? പൗരാണിക കാലഘട്ടങ്ങളിൽ നല്ല പശുവിറച്ചി കഴിക്കാത്തവർ ഹിന്ദുവല്ലെന്ന് സ്വാമി വിവേകാനന്ദന്റെ സമ്പൂർണ്ണ കൃതികളിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ? സ്വാമി വിവേകാനന്ദന്റെ ഹിന്ദു മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ഈ മാംസം കഴിച്ചൊക്കെ ഞങ്ങളാരും ഹിന്ദു എന്ന് പറഞ്ഞില്ലല്ലോ. ഹരിജനങ്ങളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവരല്ലേ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഹിന്ദുക്കളെ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഇത് ഹിന്ദുവിന്റെ പ്രശ്നമാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. കേരളത്തിലെ മൃഗബലി ക്ഷേത്രങ്ങളിൽ നിരോധിച്ചിട്ടുള്ളത് EMS ആണ്. ഒരേ ഒരു സ്റ്റേറ്റ് ഇവിടെയാണ്. അപ്പൊ പിന്നെ ഉണ്ണിത്താൻ പറഞ്ഞത് തെറ്റല്ലേ? ചെയ്യാൻ പാടില്ലല്ലോ. ശരി, നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം അവരുടെ സംശയം എന്താണെന്ന് ചോദിക്കാം. ബീഫ് എന്ന നിർവചനത്തില് ഇപ്പോൾ പശു എന്ന് മാത്രമാണ് സംസാരിച്ചു വരുന്നത്. ഈ പശുവിന് അർത്തുള എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഹിന്ദുക്കളുടെ അമ്മയാണ്. എല്ലാ ഹിന്ദുക്കളെയല്ല, ചില ഹിന്ദുക്കളുടെ അമ്മയാണെന്ന് വെച്ചുകൊണ്ട് പശുവിനെ അറക്കാൻ പാടില്ല എന്ന് പറയുന്നു. അത് അംഗീകരിച്ച് തന്നെ. ഈ പശുവിനെ മാത്രമല്ല അറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. പോത്ത്, എരുമ, കാള, ഒട്ടകം തുടങ്ങി പല മൃഗങ്ങളെയും മനുഷ്യനല്ലാത്തതെല്ലാം ആനിമൽ ആക്ടിൽ ആനിമൽ എന്നുള്ളതിൽ പെടുത്തിയിട്ടുണ്ട്. അറക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് അംഗീകരിക്കുക ഏതാണ് അംഗീകരിക്കുക മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ പത്മനാഭ സാർ അഭിപ്രായം പറയും, കറക്റ്റാണ്. അത് വായിന്ന് അറിയാതെ വീണതാണ്. കാരണം 500 മീറ്റർ അകലെ മാറി മദ്യം വിൽക്കാവൂ എന്ന് പറഞ്ഞതിന്റെ കാരണം പടിപടിയായിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ്. തീർച്ചയായിട്ടും ഇവര് ഇത് നിർത്തലാക്കാൻ തീരുമാനിച്ച കാര്യം ഭാവിയിൽ ആരും കഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് അറിയാതെ വീണുപോയെന്ന്. കാരണം കുറച്ചുകൊണ്ട് വരുന്നത് അവസാനം ഇവിടെ സമ്പൂർണ്ണ ഈ നമ്മുടെ മറ്റേ ബ്രാഹ്മണ്യമാക്കാൻ വേണ്ടിയാണ്. അതായത് പിന്നെ ആരും കഴിക്കരുത്. തീർച്ചയായിട്ടും BJPയുടെ ലക്ഷ്യം സമ്പൂർണ്ണ ഈ ബ്രാഹ്മണി നടപ്പാക്കുക, ഈ വെജിറ്റേറിയൻ നടപ്പാക്കുക എന്നുള്ളത്. അത് ശരിയാണ്. ഞാൻ പല മുസ്ലിം കല്യാണത്തിലും പോയിട്ടുണ്ട്. എന്റെ സുഹൃത്തുക്കളുടെ അവിടെ ഏറ്റവും കൂടുതൽ വെജ് കഴിക്കാൻ വന്നിരിക്കുന്നത് മുസ്ലിം സഹോദരന്മാരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തിനെയും മറ്റു ചെറിയ ഈ മറ്റേ ആളുകളെ ഒന്നും ഈ ഭക്ഷണത്തിന്റെ പേരിൽ അങ്ങനെ തരംതിരിക്കണം. ഇഷ്ടമുള്ളവർ കഴിക്കും. അപ്പൊ അസുഖത്തിന് നല്ലതാണ് വെജിറ്റേറിയൻ എന്നാണ് താങ്കൾ പറയുന്നത്? അസുഖത്തിന് നല്ലതാണ് വെജിറ്റേറിയൻ എന്നാ പറയുന്നത്. പിന്നെ ഈ ചീത്ത ഫുഡ് നിങ്ങൾ കൊടുക്കണം. ഈ നിയമത്തിൽ ഒരു പുനഃപരിശോധന ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് അതിന്റെ ഒരു ഒരുപാട് പേര് ആശങ്ക അത് ക്ലാരിഫൈ ചെയ്യുമെന്നാ പറഞ്ഞിട്ടുള്ളത്. മാറ്റട്ടെ. ഞങ്ങൾക്ക് അതിലൊന്നും ഒരു വിരോധമില്ലല്ലോ. ഇതില്ലാത്തൊരു പ്രശ്നം ഉണ്ടെന്ന് പറ്റിയ ഒരു നിഴലിനോട് യുദ്ധം ചെയ്യുന്നു. അത് മോഡി BJP വിരോധമാണ്. അത് നടത്തിക്കോട്ടെ. പക്ഷെ ജനങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആദ്യം അതേപോലെ പറഞ്ഞത്. പക്ഷേ ഈ പത്മകുമാറിന് ഇറച്ചി തിന്നാ കൊള്ളാവുന്നുണ്ട്. എല്ലാരും ഇറച്ചി തിന്നുന്നുണ്ട്. ഞാൻ ഇറച്ചി തിന്നുന്ന ആളാണ്. പോത്തിറച്ചി തിന്നുന്നവരാന്ന് പറഞ്ഞല്ലോ. പോത്തിറച്ചി തിന്നും, കാളയിറച്ചി തിന്നും, പശുവിറച്ചി തിന്നും. പശുവാണോ പോത്താണോ എങ്ങനെ തിരിച്ചറിയുന്നത്? അല്ല, ഞങ്ങൾക്കൊരു ഒരു അഭിപ്രായമേ ഉള്ളൂ. കേരളത്തിലെ ഈ പഞ്ചായത്ത് രാജ് ആക്ടിലെ 231 മാഡം പറയുന്നത്
പക്ഷേ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ അതിനകത്ത് രാഷ്ട്രീയം കലർത്തുന്നതിനെതിരെ രാഷ്ട്രീയം കലർത്തിയത് BJP അല്ല. ദേവസ്വം മന്ത്രി കഴിച്ചത് അല്ലല്ല ജനങ്ങളുടെ വികാരം അല്ല. അതിന് മുന്നേ ഓർഡിനൻസ് വന്ന ദിവസം ഓർഡിനൻസ് വായിക്കുന്ന മുമ്പ് കേരള മുഖ്യമന്ത്രി പറഞ്ഞ എന്താ, റംസാൻ ദിനമായോട് നിരോധിച്ചു. അപ്പൊ രാഷ്ട്രീയ ആരസ്വാമി അത് നിങ്ങൾ കാണാത്തുണ്ടോ? അത് മാത്രം അപ്പൊ ഞങ്ങള് കടകംപള്ളിക്കെതിരെ പറഞ്ഞ ഉള്ളത് പറയുമ്പോ അത് രാഷ്ട്രീയമാണ്. ഈ റംസാൻ ടൈമില് അല്ലല്ല റംസാൻ ടൈമില് അവര് കൂടുതൽ വാങ്ങിക്കുന്ന ഒരു ഭക്ഷണമാണല്ലോ. അപ്പൊ നമ്മൾ ആ അപ്പൊ സാർ നേരത്തെ പറഞ്ഞ ഒരാഴ്ചക്ക് ശേഷം പറയില്ലായിരുന്നു. റംസാൻ കാലത്തുള്ള ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. നെറ്റിപ്പട്ടം കെട്ടുന്നത് വരെ ഇതിനകത്തുണ്ട്. ഈ ഏതെങ്കിലും കൊമ്പില് പെയിന്റ് അടിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഇതിനകത്ത് അങ്ങനെ ഒരുപാട് നിരോധനമുണ്ട്. ഈ ഒരു കാര്യം മാത്രം എടുത്തു വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഇതിനകത്ത് ഇതുവരെ നമ്മൾ നിയമം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ അതിന്റെ ഒരു രാഷ്ട്രീയ വശം കൂടെ ഞാൻ പറയാം. നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളെ മതപരമായി ചേരിതിരിക്കാനും ആ തെരുവിലൂടെ ഭൂരിപക്ഷത്തെ ഏകീകരിക്കാനും വേണ്ടി ബോധപൂർവമായ ഒരു ലക്ഷ്യമാണ് ഈ റൂളിന്റെ പിറകിൽ ഇവർ കണ്ടിരിക്കുന്നത്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ നീക്കം ഇവർ നടത്തിയിരിക്കുന്നത്. ഇതിനെ ശക്തമായി എതിർക്കണം. ഒന്ന് ചോദിച്ചോട്ടെ, ഈ കെട്ടിയ പെണ്ണിന് ചെലവിന് കൊടുക്കണമെന്ന് കോടതി വിധിച്ച സമയത്ത് ഷബാനു കേസിൽ നിങ്ങൾ എന്താ ചെയ്തത്? എന്താ ചെയ്തത്? അതല്ലേ ഞാൻ പറഞ്ഞത്. എന്താ ചെയ്തത്? എന്താണ് ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹത്തിന്റെ മോത്തിലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ കുടുംബക്കാർ കാശ്മീരി പണ്ഡിറ്റുകൾ ഇന്ന് ഒരെണ്ണം അവിടെ ഇല്ല. എന്താ ഇങ്ങനെ ഇവര് ഭരിച്ച സമയത്താ എന്താ കാശ്മീരിൽ അറുത്തു ഒരെണ്ണമില്ല. ആളുകളെ കാശ്മീരി പണ്ഡിറ്റുകളെ ഇതൊക്കെ ജനങ്ങൾ അയ്യോ പത്മകുമാരെ ജനങ്ങൾക്കൊരു വലിയ ധാരണ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടന തകർക്കും, കാർഷിക മേഖല തകർക്കും, കൃഷിക്കാരുടെ ആത്മഹത്യ പെരുകും, സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെ വരുമാനം കുറയും. മാംസം കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. അതിന് 27,000 കോടി രൂപയുടെ മാംസമാണ് ഒരു വർഷം കയറ്റുമതി ചെയ്യുന്നത്. കേരളം തന്നെ 6,000-ൽ പരം കോടി രൂപയുടെ മാംസമാണ് ഇവിടെ ഉപഭോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 15 ലക്ഷം മാടുകൾ അന്യ സംസ്ഥാനങ്ങളിൽ ഓരോ വർഷം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാടിനെ ഇവിടെ വളർത്തിയെടുക്കണം. ഇദ്ദേഹം പറഞ്ഞ പോലെ രോഗമില്ലാത്ത നല്ല മാടുകൾ അതിന് ഇപ്പോൾ ഈ ഗവൺമെൻറ് പ്ലാൻ ഇടുകയാണ്. നല്ല മാടിനെ വളർത്തി മാംസത്തിനും കൃഷിക്കും നമ്മുടെ സമ്പത്ത് ഉൽപാദനമാണത്. അതിനെല്ലാവരും കൂടെ സഹകരിക്കുന്നതിന് പകരം മാടിനെ വളർത്തണമെങ്കിൽ പഴയ മാടുകളെ നമ്മുടെ മനുഷ്യത്വമുള്ളവരാണ് മനുഷ്യർ. വീട്ടിൽ മാട് കിടന്ന് ഭക്ഷണം കിട്ടാതെ പ്രായമായ മാട് കിടന്ന് നിലവിളിക്കുന്ന കണ്ടിട്ട് നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കും? ആ ക്രൂരത കാട്ടാൻ കൊള്ളാമോ? ആ ക്രൂരത കാട്ടിക്കൂടാ. ആ മൃഗങ്ങളോട് നമുക്ക് ബഹുമാനവും സ്നേഹവും ഇതൊക്കെ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതിന് പണി എടുക്കാൻ ശേഷിയില്ലാത്തവരെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മാടിനെ കൊല്ലുന്നത്. മനുഷ്യന്റെ ഉൽപ്പത്തി കാലം മുതൽ മാടിനെ കൊന്ന് ഭക്ഷിച്ചതാണ്. ഇവരുടെ തന്നെ പുരാണ ഗ്രന്ഥങ്ങളിൽ ഇവര് മനുസ്മൃതിയിൽ അടക്കം പറഞ്ഞിരിക്കുന്നത് ഈ ബ്രഹ്മാവ് സൃഷ്ടിച്ചിരിക്കുന്നത് മൃഗങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യന്റെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. അത് നടപ്പാക്കിയവരാണ് ഇവര്. നല്ല ഹിന്ദു എന്ന് പറയുന്നവൻ പശുവിറച്ചി കഴിക്കാത്തവൻ നല്ല ഹിന്ദു അല്ലെന്നാണ് സ്വാമി വിവേകാനന്ദൻ. ഹിന്ദു ആണല്ലോ അദ്ദേഹത്തിന് ഇപ്പൊ അംഗീകരിക്കുന്നില്ല സ്വാമി വിവേകാനന്ദനെ. പശുവിറച്ചി തിന്നാത്തവൻ ഹിന്ദു അല്ലാന്ന് 566 പേജിൽ വിവേകാനന്ദന്റെ സമ്പൂർണ്ണ 564 പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. വേദങ്ങളിലൊക്കെ പറയുന്ന വാചകങ്ങളുടെ അർത്ഥം അതേ അർത്ഥം. ആനയ്ക്ക് ബലം എന്ന് പറഞ്ഞാൽ ആനയുടെ ബലം എന്നല്ലല്ലോ. അദ്ദേഹത്തിന്
ആൾക്കാർക്ക് മനസ്സിലാവാത്ത പറഞ്ഞത് തെറ്റാണെങ്കിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ സമ്പൂർണ്ണ കൃതികളിലെ സ്വാമിക്ക് പറയാനുണ്ടോ? ചോദിക്കട്ടെ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നു. വിവേകാനന്ദ സ്വാമികളുടെ ജീവചരിത്രം എന്ന് പറയുന്നത് സ്വാമിജി നേരിട്ട് എഴുതിയിട്ടുള്ളതല്ല. അല്ലാതെയുള്ള ഇപ്പോ ഭൂതോന്ന ഭവിഷ്യതി എന്ന് പറയുന്ന അറിയപ്പെടാത്ത അൺനോൺ വിവേകാനന്ദ എന്ന് പറയുന്ന പുതിയ പുസ്തകങ്ങൾ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഒന്നില് സ്വാമിജി പാർലമെന്റ് നമ്മളൊന്ന് പറയട്ടെ, വേൾഡ് പാർലമെന്റ് അഡ്രസ് ചെയ്യാൻ പോയ സമയത്ത് സ്വാമി, അത് ഒരു ഇംഗ്ലീഷുകാരൻ എഴുതിയിട്ടുള്ള, അവിടുത്തെ അമേരിക്കക്കാരന്റെ പുസ്തകമാണ് അത്. അദ്ദേഹം ബീഫ് വിവാദത്തിനൊക്കെ എത്രയോ മുമ്പ് എഴുതിയിട്ടുള്ള. അപ്പൊ സ്വാമിജിയായിട്ട് സംസാരിക്കുമ്പോൾ സ്വാമിജിയോട് ചോദിച്ചു, എന്താ അങ്ങേക്ക് കഴിക്കാൻ പറയേണ്ടത്? അപ്പൊ സ്വാമി പ്രിഫർ ചെയ്യുന്നത് ബീഫാണ്. അത് ഇത് ചരിത്രത്തിലുള്ളതാണ്. അതൊക്കെ ഈ ബീഫ് വിവാദത്തിന് മുമ്പുള്ളതാ. അതേ വിവേകാനന്ദ സ്വാമികൾ തന്നെ മാംസം വിളമ്പിയ സമയത്ത് അമ്മയോടും അച്ഛനോടും ഒക്കെ ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ ഇത് കഴിക്കുന്നത് നിർത്തിയെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, പിന്നെ എഴുന്നേറ്റ് പോകുന്നുണ്ട് സ്വാമിജി. അപ്പോ സ്വാമിജി അതേപോലെ തന്നെ ഈ ഇതിന് ആടിനെ ബലി കൊടുക്കുന്നതിനെ കുറിച്ച് സ്വാമിജി അതിനെ ഒരു ക്യാൻവാസിൽ ഒരല്പം കളറ് ആവശ്യമായി വരുന്ന സമയത്ത് അത് പൂരിപ്പിക്കാൻ അത് വേണമെങ്കിൽ അതാകാം എന്നൊക്കെ സ്വാമിജി അതിനെ ന്യായീകരിക്കുന്നുണ്ട്. മാത്രമല്ല, രാമകൃഷ്ണ മിഷനിലെ ബേലൂരില് 2 ഡൈനിങ് ഹാളുകളാണ്, ഒന്ന് നോൺ വെജും ഒന്ന് വെജും. എന്താ പറയാ, ആനന്ദേട്ടൻ പറഞ്ഞതുപോലെ പുരാണങ്ങളിൽ ഇപ്പൊ സീതാദേവി പോകുന്ന സമയത്ത്, ഗംഗയെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഗംഗയോട് പറയാണ്, അമ്മേ എനിക്ക് ഇപ്പം ഈ സമയത്ത് എനിക്ക് അമ്മയെ പൂജിക്കാനുള്ള ഒരു അവസരമില്ല, ഞാൻ തിരിച്ചു വരുമ്പം മദ്യവും മാംസവും നല്ല മാംസവും നൽകി ഞാൻ പൂജിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. മാംസം ഉണക്കാനിട്ടതും നല്ല മാംസം രാമന് കിട്ടുന്നുണ്ടോ എന്നുള്ള അന്വേഷണങ്ങളും ഒക്കെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വേദങ്ങളിലും ഒക്കെ ഇത് കാണാം. ഇടയ്ക്കൊക്കെ വഴിമാറി രാഷ്ട്രീയത്തിലേക്ക് മാത്രമായി ചർച്ച ഒതുങ്ങിയെങ്കിലും കശാപ്പും കശപിശയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഇപ്പൊ നടന്ന ചർച്ചയെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു എല്ലാവരുടെയും ഒരു 2-3 സെന്റൻസിൽ ഒരു കൺക്ലൂഷൻ. ഇത് ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് വരുത്തി തീർച്ച അതിന്റെ പേരിലുള്ള ഒരു ചർച്ച ഈ രാജ്യത്തുണ്ടാക്കിയത് രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ടാണ്. അത് രാഷ്ട്രീയമായൊരു അസഹിഷ്ണുതയാണ്. ന്യൂനപക്ഷ സമുദായത്തെ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങളും ദളിത് സമുദായങ്ങളും കൂടുതലായി കടന്നു വരുന്ന കാലഘട്ടത്തിൽ അവരെ അടർത്തിയെടുക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണ്. അല്ല, ഇതിൽ രാഷ്ട്രീയമായ താല്പര്യമാണുള്ളത്, അതല്ലാതെ ഇത് വേറൊന്നുമില്ല. ഇത് നിഴലിനോടുള്ള യുദ്ധം ചെയ്തതാണ്. യഥാർത്ഥ വസ്തുത പുറത്ത് ജനങ്ങളിൽ അവതരിപ്പിക്കാനുള്ള ഒരു ധാർമ്മിക ബോധം മാധ്യമങ്ങൾക്ക് കൂടി വേണം എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് പറയാനുള്ളത് ഈ വിഷയത്തില്, ഈ നമ്മുടെ ഒരു ഭാരതീയ സംസ്കാരത്തെ കുറിച്ചാണെങ്കിൽ ജീവകാരുണ്യത്തെ കുറിച്ച് പറയുമ്പം ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് തന്നെയാണ് നമ്മുടെ മതം. ഒരു പീഡ ഒരു ഉറുമ്പിനും വരുത്തരുത്. പക്ഷെ ഇന്ന് ഇവിടെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അതല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയ. ഇവിടെ നമുക്ക് സംഘത്തിന്റെ നേതാക്കന്മാരോടും BJP-കാരോടും പറയാനുള്ളത്, അവരതിന് മാതൃക കാണിക്കട്ടെ. ഇതാ, ഞങ്ങൾ കഴിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളും കഴിക്കരുത്. അങ്ങനെ നമുക്കൊരു ബീഫ് ഫെസ്റ്റിന് സമാനമായ മറ്റൊരു ഫെസ്റ്റ് ഭാരതത്തിന്റെ ഒരു മാതൃകയായിട്ടുള്ള ഗാന്ധിജിയൊക്കെ കാണിച്ചു തന്നിട്ടുള്ളത് കാണിച്ചുകൊണ്ട് ഇതിന് ജനങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കാനും അവരെ ബോധവൽക്കരിക്കാനും തയ്യാറാകണം. നമ്മളൊക്കെ അതാ ചെയ്യുന്നത്. നമ്മുടെ പ്രഭാഷണം കേട്ടിട്ട് എത്രയോ പേര് വെജിറ്റേറിയൻ ആയിട്ടുള്ളവരുണ്ട്, എത്രയോ പേര്. ഈ നിയമം വഴി കാലിച്ചന്തയിൽ കാർഷിക ആവശ്യത്തിനു വേണ്ടിയുള്ള കാലികൾ വരികയും കാലി സമ്പത്ത് ഈ രാഷ്ട്രത്തിൽ കൂടുകയും അത് രാജ്യത്തിന് ഹിതകരമാകുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയും ജൈവവളം ധാരാളം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാലി സമ്പത്ത് ഈ രാജ്യത്തെ വലിയ രീതിയിലേക്ക്, വലിയ ഉന്നതിയിലേക്ക് കൊണ്ടുവരും എന്നുള്ള വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. ഇത് മറ്റുള്ളവർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് എതിരായിട്ടുള്ള ഒരു നിയമമാണെന്ന് പറയുന്നത് ഇതിലെ രാഷ്ട്രീയം മാത്രമാണ്. ആ രാഷ്ട്രീയം മോഡിപ്പേടിയിൽ നിന്നുണ്ടായ രാഷ്ട്രീയമാണ്. ഈ നിയമം കേരളത്തിൽ നമുക്ക് റോ മെറ്റീരിയൽ കിട്ടുന്നതിന് അവൈലബിലിറ്റി വളരെ കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത കേരള സർക്കാരിൻ്റെ പുതിയ നയം, പുതിയ പദ്ധതികൾ വന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ ഒരു സർക്കാരിൻ്റെ തീരുമാനം പ്രതീക്ഷിച്ചിരിക്കുകയാണ് മിഡ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ.
നമ്മുടെ രാജ്യത്ത് കാലിസമ്പത്ത് വർദ്ധിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി മോഡിജി ഗവൺമെൻറ് കൊണ്ടുവന്നത് വളരെ നല്ലൊരു കാര്യമാണെന്നാണ് പറയാനുള്ളത് എനിക്ക്. അതിന് മാത്രമല്ല, കാലിസമ്പത്ത് മാത്രമല്ല, അതിനോടൊപ്പം നമ്മുടെ ജൈവ കൃഷികളും കൃഷി സമ്പത്തും അത് ധാരാളം വന്നുകൊള്ളും. അതിന് യാതൊരു സംശയവുമില്ല. നല്ല ആരോഗ്യകരമായിട്ടുള്ള പച്ചക്കറികളും ഒക്കെ നമുക്ക് കഴിക്കാൻ സാധിക്കും. നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു എൻവിറോൺമെൻറ്റൽ കെമിസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ നമ്മുടെ റെഡ് മീറ്റിൽ ഒരു പോയിസണസ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അത് ടോക്സിസിറ്റി ധാരാളം ഉള്ളതാണ്. കൊച്ചു കുട്ടികൾക്ക് കാർസിനോജെനിക് എന്നുള്ളൊരു വരുന്നുണ്ട്. ഈ നമ്മുടെ ഈ ചില സ്പീഷീസ് ആയിട്ടുള്ള നൈട്രേറ്റ് എന്നുള്ള സംഭവങ്ങൾ റെഡ് മീറ്റിൽ, ആ റെഡ്നെസ് വരുന്നത് ഇവ ഉള്ളത് കൊണ്ടാണ്. കുറച്ച് നാൾ അത് നല്ലവണ്ണം ടെസ്റ്റ് ചെയ്ത് ഉള്ള മീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ബാധിക്കും. അതുകൊണ്ട് ഈ കിട്ടുന്ന മീറ്റ് നല്ലവണ്ണം ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് തന്നെ എടുക്കുകയും വേണം. അങ്ങനെ വേണം മാർക്കറ്റിലേക്ക് കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ ഇൻഫൻസിന് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് വരാനൊക്കെ. നേരത്തെ പറഞ്ഞ കണക്ക് എല്ലാവർക്കും പൊക്കം കുറവെന്ന് പറയുന്നുണ്ട്, പോഷകം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രവുമല്ല, അതിലവർക്ക് കാർസിനോജെനിക് ക്യാൻസറസ് ആകാനുള്ള സാധ്യതയും കൂടുതലാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊരു പബ്ലിക്കേഷൻസും ഉണ്ട്. ജപ്പാനിൽ ഞാനത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ ഈ ബീഫ് തർക്കം എന്താണെന്ന് ചോദിച്ചാൽ, പശു തർക്കം ഇന്ത്യ ഏകദേശം പൂർണ്ണമായി തന്നെ BJPയുടെ കരങ്ങളിൽ, മോദിയുടെ കരങ്ങളുടെ കീഴെയായി. കേരളം, ബംഗാൾ ഉൾപ്പെടെ 5-6 സ്റ്റേറ്റ് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അതും കൂടെ എങ്ങനെയെങ്കിലും വശത്താക്കാൻ വേണ്ടി BJPക്കൊന്നും വലിയ വിവരമുള്ളവരില്ല. മോദി എന്ന് പറയുന്ന വലിയ വിവരമുള്ള മനുഷ്യൻ, അദ്ദേഹം അതിന് ബുദ്ധിപരമായ ചില നീക്കം നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമാണ് ഈ ബീഫ് ഇഷ്യൂ. എന്നെ സംബന്ധിച്ചിടത്തോളം പശു ഞാൻ ബഹുമാനിക്കുന്നു. പശു പറഞ്ഞ് ഞാൻ തിന്നാറില്ല, എൻ്റെ വീട്ടിൽ കഴിക്കാറില്ലായിരുന്നു. പക്ഷേ ഞാൻ എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് മോദിയല്ല. മോദി പ്രധാനമന്ത്രിയുടെ ജോലി ചെയ്താൽ മതി. മനുഷ്യൻ്റെ ഭക്ഷണ കാര്യങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. നല്ല പശു ഇറച്ചി കൊടുക്കുന്ന കാര്യം വേണം ചർച്ച അല്ലാതെയുള്ള ചർച്ച ആരോഗ്യകരമല്ല. ഇന്ത്യ പോലൊരു മതേതര രാജ്യത്തെ തകർക്കരുതെന്നാണ് മോഡിയോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഇല്ലാത്ത ചർച്ച എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമില്ല. ഇതിൻ്റെ വിഷയം ഉണ്ടാക്കിയ കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇപ്പോൾ അവരതിൽ നിന്ന് മാറുന്നെങ്കിൽ നല്ലത് തന്നെ. മാടിനെ ഇറക്കുന്നതിനും മാട്ടിറച്ചി ഉപയോഗിക്കുന്നതിനും ഒരു തർക്കമില്ലെന്ന് പറയാൻ തയ്യാറായാൽ നല്ലത് തന്നെ. പറയാൻ തയ്യാറായില്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും ഇഷ്ടത്തിനനുസരണമായ ആഹാരം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം പരിരക്ഷിക്കാൻ ജനങ്ങളാകെ ഒരുമിച്ച് നിൽക്കും. അത് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യരുടെ ആവശ്യമാണ് അവൻ്റെ ഭക്ഷ്യാഹാരം, പോഷകാംശമുള്ള ആഹാരം കഴിക്കണമെന്നുള്ളത്. യൂണിസെഫിൻ്റെ കണക്ക് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ലോകത്തുള്ള 3-1 കുട്ടികളിൽ പോഷകാഹാരക്കുറവുണ്ട്. വളർച്ച മുട്ടിയതും പൊക്കം കുറഞ്ഞതും തൂക്കക്കുറവുള്ള കുട്ടികൾ ഇന്ത്യയിലാണ്. ആ സ്ഥിതിയിൽ നിന്ന് കരകയറണം. കേരളത്തിലെ കുട്ടികൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ ആളുകളെല്ലാം ബീഫ് കഴിക്കും, മാംസം എല്ലാ തരത്തിലുള്ള മാംസം കഴിക്കുന്നവരാണ്. മാംസാഹാരം വേണ്ട എന്ന് ഈ രാജ്യത്തിന് തീരുമാനിക്കാനേക്കില്ല. അതോടൊപ്പം തന്നെ ഇതിലേർപ്പെട്ടിരുന്ന ഈ നിരോധനം ഏർപ്പെടുത്തുന്നതിൻ്റെ ഫലമായി 2 കോടിയോളം തൊഴിൽ രഹിതരുണ്ടാകുകയാണ്. ഈ അറവുശാലകൾ നടത്തിയവരും അതുമായി അനുബന്ധപ്പെട്ട ആൾക്കാരും. കാർഷിക മേഖലയിൽ കൃഷിക്കാരൻ്റെ സമ്പത്ത് ഉൽപ്പാദനം കുറയുകയാണ്, കൃഷി തകരുകയാണ്, ആത്മഹത്യ പെരുകയാണ്. ആപൽക്കരമായ ഈ നിലപാട് പിന്തുടർന്നേ പറ്റൂ. അതിനാവശ്യമായ സമ്മർദ്ദം കൊണ്ടുവരാൻ മാധ്യമങ്ങൾ നടന്ന പരിശ്രമം നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ മറവിൽ ഈ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഈ റൂള് തികച്ചും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അട്ടിമറിക്കുന്നതാണ്. ഇന്ത്യയുടെ ബഹുസ്വരതയെ അട്ടിമറിക്കുന്നതാണ്. ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയിലെ ഓരോ പൗരനും മൗലികമായ ചില അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ അവകാശങ്ങളിൽ ഒന്നാണ് എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത്, എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത്. അപ്പോൾ ഓരോ വ്യക്തിക്കും ഇന്ത്യയുടെ ഭരണഘടന കൊടുത്തിട്ടുള്ള മൗലികമായ സ്വാതന്ത്ര്യത്തെ അട്ടിമറിച്ച്, ആ മൗലികമായ സ്വാതന്ത്ര്യത്തെ അട്ടിമറിക്കുന്നതോടുകൂടി ഭരണഘടനയും അട്ടിമറിക്കപ്പെടുന്നു, ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു. ഇത് ആട്ടോക്രസിയിലേക്കാണ് നീങ്ങുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഭരണകൂടവും ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് ഈ ജനാധിപത്യ ഭരണ സംവിധാനത്തെ കൊണ്ടുപോകാൻ ബോധപൂർവമായ നീക്കം നടത്തുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം ഈ റൂള് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. വെട്ടൊന്ന് തുണ്ടം 2. കശാപ്പും കശപിശയും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച വളരെയധികം സജീവമായിരുന്നു. ഈ ചർച്ചയിൽ ഏറ്റവും അധികം ഉയർന്നു കേട്ട ഒരു കാര്യം തന്നെയാണ് ഈ സംവാദത്തിന്റെ ഉപസംഗ്രഹം. മാംസത്തിന്റെ ഗുണനിലവാരം ഉറപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നാം എന്തു കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണെന്ന് ഈ ചർച്ച ആവർത്തിച്ചുറപ്പിക്കുന്നു. ഭരണഘടന അനുശാസിക്കുന്ന മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള ഏതൊരു കടന്നുകയറ്റവും പോലെ തന്നെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള കടന്നുകയറ്റവും, അത് ഏത് അജണ്ടയുടെ പേരിലായാലും മലയാളി ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്.
അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ശുഭരാത്രി.